അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ആശങ്ക, ആദ്യം ആഷിഖിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആഷിഖ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആഷിഖിൻ്റെ അമ്മയുടെ അമ്മയുമായിട്ടാണ് കൊണ്ടു ചെല്ലുന്നത്. അന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ, എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വൂണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകാൻ നമുക്ക് കേസെടുക്കാം. സാധാരണ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സിന് താഴെയുള്ളൊരു യുവാവ്, ഒരു മനുഷ്യൻ 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് ഞങ്ങൾ ഇന്നലെ പോലീസുകാരോട് പങ്കുവെച്ചു, അവർ ഞങ്ങളുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മംഗലപുരത്ത് 15-കാരനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച് റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. എന്നാൽ അതിന്റെ പിന്നാമ്പുറത്ത് നടന്ന കഥകളെക്കുറിച്ച് ഒരു വാക്ക് പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. അതിന് ഒരു വലിയ കാരണമുണ്ട്. മംഗലപുരത്തെ ആഷിഖ് എന്ന 15-കാരനെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച 4-അംഗ സംഘത്തിലെ ഒരു ചെറുപ്പക്കാരൻ ആറ്റിങ്ങൽ MLA OS അംബികയുടെ ബന്ധുവാണ്. കൊടും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇയാൾ. ഇതിനു മുൻപും ഒരുപാട് കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലീസ് ഒരു നടപടിയും ഇയാൾക്കെതിരെ സ്വീകരിക്കുന്നില്ല. ഉന്നത ഇടങ്ങളിലുള്ള സ്വാധീനം കൊണ്ടാണ് പോലീസും മിണ്ടാതിരിക്കുന്നത്. ആഷിഖിന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ ഈ ചെറുപ്പക്കാർ കമന്റ് അടിച്ചത് ആഷിഖ് ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ഈ ചെറുപ്പക്കാരനെ, ഈ 15 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. മകനെ കാണാനില്ല എന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോഴും പോലീസിന് ഒരു ചൂടും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ്, അവിടുത്തെ നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പോലീസ് പോലും ഈ ചെറുപ്പക്കാരനെ തപ്പിയിറങ്ങിയത്. അങ്ങനെ ഒരു ചേസിങ്ങിലൂടെ ഈ ചെറുപ്പക്കാരനെ രക്ഷിക്കാനുള്ള ഹീറോയിസം ഒക്കെ പോലീസ് കാണിച്ചു. പോലീസ് പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഈ 15-കാരനെ റബ്ബർ കാട്ടിൽ ഉപേക്ഷിച്ച് ഈ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ എന്ന് പറഞ്ഞാൽ പോരാ, കൊടും ക്രിമിനലുകൾ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ 4 സംഘം നിസ്സാരക്കാരല്ല. ഇതിനു മുൻപും പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇക്കൂട്ടത്തിലെ അശ്വിൻ ദേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പീഡന കേസിൽ ഉൾപ്പെട്ട ആളാണ്. എന്നിട്ടും നിരന്തരം ശല്യക്കാരായ ഇവർക്കെതിരെ നിരവധി പരാതികൾ പോലീസിൽ ലഭിച്ചിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല. കുടവൂർ സ്വദേശി ശ്രീജിത്ത്, വേങ്ങോട് സ്വദേശി അഭിരാജ്, അഭിറാം എന്നിവരും അശ്വൻ ദേവ് ഉൾപ്പെടെ 4 സംഘമാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. സംഭവം വാർത്തയായതുകൊണ്ട് മാത്രമാണ് പോലീസുകാർ ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അല്ലെങ്കിൽ അംബികയുടെ സ്വാധീനത്തിൽ ഇവരെ ഊരിയെടുക്കുമായിരുന്നു. ഇപ്പോഴും പോലീസ് ഇവരെ രക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത്. ഈ 15 വയസ്സുകാരനെ നിർബന്ധിപ്പിച്ച് കഞ്ചാവ് വലിപ്പിക്കുകയും ബോധരഹിതനായി താഴെ വീണ കുട്ടിയെ പിന്നീട് വീട്ടുകാർ ആശുപത്രിയിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഈ വീട്ടുകാർ, ആഷിഖിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് നിങ്ങൾ അവനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യൂ എന്നാണ്. കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. 2ാമത്തെ തവണയാണ് ഈ ആഷിഖിനെ ഈ പ്രതികൾ തട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും ചെന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് വെല്ലുവിളിക്കുന്നത് ഞങ്ങളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും MLAയുടെ ബന്ധുവാണ് ഞാനെന്നും എന്നെ തൊട്ടാൽ വിവരം അറിയും എന്നൊക്കെയാണ് ഈ അശ്വിൻ ദേവ് വെല്ലുവിളിക്കുന്നത്. പ്രതികൾ സ്ഥിരം അംബികയുടെ പേര് പറഞ്ഞാണ് എല്ലായിടത്തും പ്രശ്നമുണ്ടാക്കുന്നതും അവിടെ നിന്ന് ഊരിപ്പോരുന്നതും. എന്നാൽ ഇതുവരെ ഇവർക്കെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കാൻ പോലീസുകാർ തയ്യാറാകുന്നില്ല. അത് ഈ MLAയുടെ ബന്ധുവാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പോലീസ് ഭയപ്പെട്ട് പിന്നോട്ട് മാറുന്നത്. പോലീസിനും ഭയമാണ് ഇവരെയൊക്കെ. എന്നാൽ ആറ്റിങ്ങൽ MLA അംബിക സഖാവ് എന്തുകൊണ്ട് ഇതിലൊരു നടപടിയെടുക്കാൻ മുൻപോട്ട് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തന്റെ പേര് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു ജനപ്രതിനിധിയാണ് അംബിക, ഒരു MLA ആണ്, ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ആളാണ്. തന്റെ പേരിൽ തന്റെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലത്തെ അക്രമങ്ങളും അതിക്രമങ്ങളും കാണിക്കുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ട് അംബിക ഇവർക്കെതിരെ നടപടിയെടുക്കാൻ മുൻപോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ പോലീസിനോട് പറയുന്നില്ല കൃത്യമായ നടപടി എടുക്കണമെന്ന്? അപ്പോൾ ബന്ധുവിന് ഒത്തുനിന്നു കൊടുക്കുകയാണ് അംബിക. അംബികയുടെ സ്വാധീനം ഉപയോഗിച്ച് തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ എല്ലായിടത്തും തന്റെ കൂട്ടുകാരെയും കൊണ്ടുപോയി ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതപ്പോൾ അംബികയുടെ ഗുണ്ടായിസം
എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ശ്രദ്ധയിൽ എന്തായാലും അംബികയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിയിട്ടുണ്ടാകും. എന്നിട്ടും അവർ നടപടിയെടുക്കാതെ ബന്ധുവായ ചെറുപ്പക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഇതിനു മുൻപ് പലയിടങ്ങളിലും ഈ ചെറുപ്പക്കാരൻ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴും അംബികയാണ് രക്ഷിച്ചു കൊണ്ടുവന്നത് എന്നുള്ള ആരോപണം അവിടുത്തെ നാട്ടുകാർ പോലും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ആ 15 വയസ്സുകാരൻ ഇപ്പോൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ജനപ്രതിനിധിയും മലയാളി വാർത്തയോട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാം. എന്താണ് ആഷിക ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഭവിച്ചത്, ഈ ദേവൻ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ ഫസ്റ്റും ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയത് അവർ തന്നെ, ഫസ്റ്റും കൊണ്ടുപോയത് അവർ തന്നെ. ഞാനും എൻ്റെ ഒരു കുറച്ച് കൂട്ടുകാരുമായിട്ട് നടന്നു പോയായിരുന്നു. അപ്പോഴത്തേക്കും പെൺപിള്ളേരെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവരൊന്നും എന്തിനാ കമൻ്റ് അടിച്ച്. അപ്പോൾ ഞാനും എടുത്തായാലും എന്തിനാ പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലെങ്ങാണ്ട് മെനിഞ്ഞാന്ന് എന്നെ അവിടെ നിന്ന് പൊക്കിയിട്ട് ഇവരൊരു വീട്ടിൽ കൊണ്ടിട്ട് ഇടിച്ച് നല്ല രീതിയിൽ അടി കിട്ടി. അവിടെ നിന്ന് ഇടിയിട്ട് പിന്നെ ലാസ്റ്റ് വന്ന് ചേട്ടന്മാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. എന്നിട്ട് ഇന്നലെ ഞാൻ എൻ്റെ മാമച്ചിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവന്മാരെല്ലാം കൂടി കയറി വന്നിട്ട് എൻ്റെ കാറിൽ വലിച്ചിട്ട് കൊണ്ടുപോയി കൊങ്ങയിലൊക്കെ പിടിച്ച് കൊല്ലു എന്നുള്ള രീതിയിൽ തന്നെ സംസാരമൊക്കെ ആയിരുന്നു. ഇത് അവന്മാർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ സുഖമായിട്ട് ഇറങ്ങിപ്പോവും. ഏതാ MLA സഹോദരിയുടെ മോനാണ്, അതില്ല ഇതേപോലെ MLA സഹോദരിയുടെ മോനാണ് എന്നാണ് പറഞ്ഞത്. ഇതേപോലെ സുഖമായിട്ട് ഇറങ്ങി വരും, എനിക്കത് പേടിയൊന്നുമില്ല, പോലീസുകാരൊക്കെ നമ്മളെ അണ്ടറിലാണെന്നുള്ള രീതിയിലാണ് അവിടെ മൊത്തം സംസാരിച്ചിരുന്നത്. അറിയാമോ ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ്? അല്ലാതെ അറിയാമോ? ഇല്ല, എനിക്ക് അന്ന് കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. സ്കൂൾ പരിസരത്ത്. ഞാൻ തോണി സ്കൂളിലല്ല പഠിക്കുന്നത്, ഞാൻ ആറ്റിങ്ങൽ ബോയ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ട്യൂട്ടോറിയ അവിടെ ആയിരുന്നു. അങ്ങനെയുള്ള കണ്ടിട്ടുള്ളതേ ഉള്ളൂ. ഇവരെന്താണ് പറഞ്ഞത്? തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവിടെ വെച്ച് എന്താണ് പറയുന്നത്? നിന്റെ ചേട്ടന്മാർ വരാതെ നിന്നെ വിടത്തില്ല. ഇതുമാതിരി എന്നെ തട്ടിക്കൊണ്ട് പോയി എൻ്റെ ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഇത് കോംപ്രമൈസ് അടിക്കാൻ വേണ്ടി എൻ്റെ മാമച്ചീനെ വിളിച്ച് ഇതേപോലെ ഫോണിൻ്റെ കേസൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് എൻ്റെ മാമച്ചീനെ പള്ളി വിളിക്കുകയും തള്ളക്കി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പോഴത്തേക്ക് എൻ്റെ മാമച്ചീനെ കിട്ടിയാലേ എന്നെ വിടുള്ളൂ, ഇനി ഇവിടുത്തെ ചേട്ടന്മാരെ കിട്ടിയാലേ എന്നെ വിടുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു സംസാരം. അവിടെ കൊണ്ടിട്ട് അവസാനം എങ്ങനെയാണ് ആഷിഖ് അവിടെ തിരിച്ചു വരുന്നത്? അവിടെ തിരിച്ച് പോലീസുകാർ വന്ന്, അത് കഴിഞ്ഞ ദിവസമല്ലേ? അതിന് മുമ്പ് തട്ടിക്കൊണ്ടുപോയത് വന്നിട്ട് പോലീസ് ഇവിടെ നിന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞെടുത്ത് പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൻ പേടിച്ചാണ് വിട്ടത്. അപ്പൊ അതിനുശേഷം അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല? അതിനാ പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് എടുത്ത്. അപ്പോഴത്തേക്ക് പോലീസുകാർ പറഞ്ഞ് ഇതേപോലെ പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി അവകാശം കേസ് കൊടുക്കണം വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. ആലോചിച്ചിട്ടൊക്കെ വരാൻ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം എവിടെ വെച്ചായിരുന്നു തട്ടിക്കൊണ്ടുപോയത്? വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? വീട്ടിലല്ല, ഞാൻ എൻ്റെ മാമച്ചിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരെയായിരുന്നു. അപ്പോഴത്തേക്കാണ് അടുത്താണ്, അപ്പോഴാണ് എടുത്തോണ്ടെങ്കിൽ പോയത്. എന്നിട്ട് എന്താണ് അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത്? ചെയ്യുന്നത് പറയണെന്ന് വെച്ചാൽ കമന്റ് അടിച്ച് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തിരിച്ച് റെസ്പോണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇന്നലെ കൊണ്ടുപോയത് ഇതേപോലെ പള്ളു വിളിച്ചെന്നും പറഞ്ഞാണ് കൊണ്ടുപോയത്. ഇവർക്ക് പേടി എന്ന് പറഞ്ഞ സാധനം ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ഉപദ്രവിച്ച് ഇന്നലെ ഫുള്ള് വെള്ളമടിച്ച് അവർ ഓഫായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സിഗരറ്റ് വേണോ ഇത് വേണോ. ആദ്യത്തെ ദിവസം കൊണ്ടുപോയപ്പോൾ എന്നെ കഞ്ചാവൊക്കെ വലിപ്പിച്ചായിരുന്നു. ഞങ്ങൾക്ക് തികഞ്ഞ ആശങ്കയാണ്. കാരണം ഞങ്ങളുമൊക്കെ ഒരു 10-14 വയസ്സായ കുഞ്ഞുങ്ങളുടെ പിതാവാണ്. ഞങ്ങൾക്ക് പോലും വളരെയധികം ആശങ്കയാണ്. കാരണം കുട്ടികൾ പിന്നെ പഠിക്കാൻ പോയിട്ട് യഥാസമയം തിരികെ എത്താതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഞങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. പിന്നെ ഇത്തരമൊരു സംഭവം ഞങ്ങളുടെ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഭയങ്കരമായ പേടിയിലാണ് ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാം. ഇന്നലെ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മംഗലപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി എന്ന് പറയുമ്പോൾ ആശങ്കയോടും പേടിയോടുകൂടി തടിച്ചുകൂടിയാണ്. ഈ കുഞ്ഞിനെ കിട്ടിയിട്ടുമില്ല. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തോട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിച്ചേർന്നവരാണ്. അപ്പോൾ ഈ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് യുവാക്കളും എല്ലാം ഈ ഫുട്ബോൾ കളിക്കാനും ഒക്കെ പോകുന്ന കുട്ടികളെല്ലാം ഒന്നിച്ചുകൂടി ഈ ആഷിഖിനോട് തന്നെ വളരെയധികം ആത്മാർത്ഥമായ സൗഹൃദം പങ്കിടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഒന്നിച്ചു കൂടിയപ്പോൾ ഒരു വലിയ ഒരു ജനസഞ്ചി ആ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച ഇത്ര മാത്രമേ ഉള്ളൂ, ആഷിഖിനെ കിട്ടിയോ, ആഷിഖിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണമെന്ത്, ഇത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അന്വേഷിക്കാനുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. ആഷിഖിനെ സംരക്ഷിക്കുന്ന ആഷിഖിൻ്റെ പിതാവും മാതാവും ദുബൈയിലാണ്. ആഷിഖിനെ സംരക്ഷിക്കുന്നത് അമ്മാമ്മയാണ്. അമ്മാമ്മയുടെ സംരക്ഷണയിലാണ് ആഷിഖ് അടക്കം 3-4 കുട്ടികൾ കഴിയുന്നത്. അപ്പോൾ ആഷിഖ് ഇന്നലെ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയും ആഷിഖിന് ഇങ്ങനൊരു സംഭവം നേരിട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടും കുട്ടികളല്ലേ, പഠിക്കാൻ പോകുന്നവരല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളുള്ളതല്ലേ എന്ന് വിചാരിച്ച് വീട്ടുകാരും ആ ഒരു ലാഘവത്തോടുകൂടി കണ്ടു. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ മാഫിയ, ശരിക്കും പറഞ്ഞാൽ ആഷിഖിനെ
ദേഹോപദ്രവം ഏൽപ്പിക്കുക മാത്രമല്ല അവനെ വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെയും അവനെ തട്ടിക്കൊണ്ടുപോയി. കാരണം അല്ലാത്ത സൗഹൃദങ്ങൾ പരസ്പരം ചെറിയ ചെറിയ പിണക്കങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർ തമ്മിൽ അത് ആ സ്കൂളിനുള്ളിൽ വിദ്യാലയത്തിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇടപെട്ട് അത് തീർക്കുകയോ ചെയ്യുന്നത്. ഇന്നലെ 7:30 മണി വരെ അവൻ ആഷിഖിൻ്റെ ബന്ധു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഫോൺ ചെയ്ത് പുറത്തിറക്കി അവൻ വാഹനം എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് 100 മീറ്റർ അകലെ വെച്ച് അവൻ്റെ വീടിൻ്റെ 100 മീറ്റർ അകലെ വെച്ച് അവനെ പിന്തുടർന്ന് വാഹനത്തിൽ കാറിൽ പിന്തുടർന്ന് അവനെ ഇടിച്ചിടാനാണോ എങ്ങനെയാണെന്ന് അറിയില്ല, പിന്തുടർന്ന് അവൻ ഇവരെ കണ്ട് വണ്ടി ഒതുക്കി നിർത്തിയപ്പോൾ അവനെ പിടിച്ചു കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. പിടിച്ചു കയറ്റിക്കൊണ്ട് ഈ പ്രദേശത്ത് ആകെ ഒരു ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് ആ വാഹനം കടന്നുപോയി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് തൊട്ട് മുകളിലുള്ളവർ പറയുന്നു ആഷിഖിനെയാണെന്ന് തോന്നുന്നു, ഇന്ന വീട്ടിലെ ചെറുക്കനെയാണ് പിടിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തന്നെ ഞങ്ങളെല്ലാം കൂടെ വളരെയധികം ജാഗരൂകരായി എല്ലാവരും കൂടെ ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ അവരെ വീട്ടുകാരും കൂടെ ആയിട്ട് പോയി പരാതി കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം അവർ ഞങ്ങളിങ്ങനെ പൂട്ടി കുഴപ്പമില്ല അത് പഠിക്കാൻ പോയതല്ലേ തിരികെ എത്തും എന്നുള്ളൊരു ചെറിയത്. അപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെയല്ല, ഇത് മുൻപ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പയ്യനാണ് അന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിയായിട്ട് പറഞ്ഞ പയ്യനാണോ ഇവനെ വീണ്ടും തട്ടിക്കൊണ്ടുപോകാൻ, എങ്കിലും ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഇത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സമൂലമായി എല്ലാ മാധ്യമങ്ങളെയും കേരളത്തിലെ സത്യം പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഒരേ ഇതായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ഈ പയ്യൻ്റെ ഒരു വിവരം കിട്ടി. ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ പോലീസ് അവരെ ട്രേസ് ചെയ്തു. കീഴാറ്റിങ്ങിൽ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഇവിടുന്ന് ആ പാതിരാത്രി തട്ടിക്കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവനെ ഈ പ്രദേശത്ത് വെച്ച് തന്നെ അവനെ അങ്ങനെ ചെയ്തു വിടാം. പക്ഷേ അതിന് പകരം അവർ കൊണ്ടുപോയത് ഈ കീഴാറ്റിങ്ങിൽ എന്ന് പറയുന്ന അവിടെ ഒരു ഒഴിഞ്ഞ റബ്ബർ എസ്റ്റേറ്റിൽ കൊണ്ടുപോയി അവനെ ഇറക്കി അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് പിന്തുടർന്ന് അവിടെ എത്തുകയും ഇവനെ ആഷിഖിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ആശങ്ക, ആദ്യം ആഷിഖിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആഷിഖ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആഷിഖിൻ്റെ അമ്മയുടെ അമ്മയുമായിട്ടാണ് കൊണ്ടു ചെല്ലുന്നത്. അന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ, എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വൂണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകാൻ നമുക്ക് കേസെടുക്കാം. സാധാരണ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സിന് താഴെയുള്ളൊരു യുവാവ് ഒരു മനുഷ്യൻ 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ പോലീസ് സ്വമേധയാ കേസെടുക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് ഞങ്ങൾ ഇന്നലെ പോലീസുകാരോട് പങ്കുവെച്ചപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് തട്ടിക്കയറുകയാണ്. ആഷിഖിൻ്റെ ഉപ്പയടക്കം ഈ ആഷിഖിനെ സംരക്ഷിക്കുന്ന ആഷിഖിൻ്റെ ഉപ്പയടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ അയാളെ വരെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ പുറത്തിറങ്ങി വന്ന് പിടിച്ചു തള്ളി ഇവിടുന്ന് പൊയ്ക്കോണമെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇത്രയും ആശങ്കയോടുകൂടി ആ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ, ഒരു സമാധാനപരമായ വാർത്ത ആഷിഖിനെ കണ്ടു കിട്ടിയോ അല്ലെങ്കിൽ ആഷിഖിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അറിയണമെന്നുള്ള ആശങ്ക കൂടി അവിടെ നിൽക്കുന്ന ആൾക്കാരെ സർക്കിൾ ഇൻസ്പെക്ടർ വളരെ ബലാത്കാരമായി പിടിച്ചു തള്ളി പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തികഞ്ഞ അനാസ്ഥ. മാത്രമല്ല ആദ്യത്തെ സംഭവം നടന്ന് മാന്യമായൊരു സമീപനം പോലീസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആഷിഖിന് ഇന്ന് ഈ രണ്ടാമത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയമോ ഒന്നുമല്ല. ഞങ്ങളിപ്പോഴും പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും ബഹുമാനപ്പെട്ട DGPയോടും ബഹുമാനപ്പെട്ട ബാലാവകാശ കമ്മീഷൻ ചെയർമാനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, സാർ ഞങ്ങളൊക്കെ രക്ഷകർത്താക്കളാണ്, കുട്ടികളുടെ കൊച്ചുകുട്ടികൾ 14 വയസ്സായ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ കുട്ടികൾ ഇന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ പഠിക്കാൻ പോയിട്ട് തിരികെ അവർ യഥാസമയം എത്താതെ വരുമ്പോൾ ഞങ്ങൾ സമീപിക്കുന്നത് ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനകത്തും തന്നെ ഇത്തരത്തിലുള്ളൊരു മോശമായൊരു സമീപനം ഉത്തരവാദിത്തപ്പെട്ട SHOയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇനി ആരെയാണ് സാർ സമീപിക്കേണ്ടത്? അതുകൊണ്ട് ഞങ്ങളെല്ലാം പേടിയാണിപ്പോൾ. ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം പരാതിയായിട്ട് 15 വയസ്സുള്ള ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ അത് പരാതി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മറുവശത്തുള്ള പ്രതികൾക്ക് കൂട്ടായ രീതിയിലാണല്ലോ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് പോലീസ് എടുക്കുന്നത്? പോലീസിന്റെ ഭാഗത്ത് ഞാനിപ്പോൾ അറിഞ്ഞത്, നമ്മളൊരു രാഷ്ട്രീയപരമായി ഞാനും ഒരു പൊതുപ്രവർത്തനമാണ്, നമ്മളൊരു രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയ പക്ഷിയോ ഇതിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അറിഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ പോലീസിന് തന്നെ ആ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇതിനു മുൻപും ഈ പറയുന്ന ഇതിനകത്ത് ആഷിഖിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിലുള്ള ഒന്നാം കക്ഷി എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ്റെ ബന്ധു എന്ന് പറയുന്നത് ദേവൻ എന്ന് അറിയപ്പെടുന്ന ഒരു പയ്യൻ, അവൻ്റെ ബന്ധു എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയമസഭ MLA OS അംബികയുടെ ഏറ്റവും അടുത്ത ബന്ധു എന്നാണ് പറയുന്നത്. ഇവനെ സംബന്ധിച്ചുള്ളത് ഇവൻ ഇതിനു മുൻപും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അത് സ്വീകരിക്കാത്തതുകൊണ്ട് അവിടെ ആ വീട്ടിൽ പോയി മദ്യപിച്ച് പോയി മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് പോയി പ്രശ്നം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ അന്ന് ആ വീട്ടുകാർ ആ പോലീസ് സ്റ്റേഷനിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടെയും ഇവർ ഇടപെട്ട് ഈ ഓഫീസ് OS അംബിക അറിഞ്ഞിട്ടുണ്ടാണെന്നറിയില്ല, ബന്ധുവാണ് എന്തായിരുന്നു, അവരുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് ഇവനെ മോചിപ്പിച്ചിട്ടുണ്ട്, ഇവനെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു
ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായി അവർക്ക് സംരക്ഷണം കിട്ടുമ്പോൾ ഇവർക്ക് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തേജനമാവുകയാണ്. അതാണ് നമുക്ക് പേടി. മാന്യമായ രീതിയിലുള്ള സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇത് മംഗലപുരം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് മാഡം ഞങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങളോട് പറയാനുള്ളത് മംഗലപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലുണ്ടായ കേസുകൾ, പീഡന കേസുകളായിക്കോട്ടെ മയക്കുമരുന്ന് കേസുകളായിട്ട് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ യഥാർത്ഥ പ്രതികളെ ആരെയും യഥാസമയം നിയമ ഇതിൽ എത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്കുണ്ട്. അതുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അത് ഈ SHO എന്ന് പറയുന്നത് അനങ്ങില്ല. അദ്ദേഹത്തിൻ്റെ നിന്ന് ആരെങ്കിലും ഒരു പരാതി പറയാൻ അദ്ദേഹത്തിനോട് മുൻപോട്ട് ചെന്നാൽ അദ്ദേഹം കാണിക്കുന്ന ഒരു നിസ്സാരമായാണ് അദ്ദേഹം കാണുന്നത്. ഇതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾ ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സമീപനം. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് നിയമസഭയിൽ മന്ത്രി പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചാണ് ലഹരി വിമുക്തമാണ്, ലഹരിക്കെതിരെ നമ്മൾ പോരാടും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. അത് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇതുപോലൊരു സംഭവം നടക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് അപ്പം ലഹരി മാഫിയകൾ വളരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ ആഷിഖ് താമസിക്കുന്ന ഈ പ്രദേശത്ത് നമ്മളെ ഇവിടുത്തെ യുവാക്കളെയൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭംഗിവാക്ക് പറയുന്നില്ല, ഞങ്ങൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അത്യാവശ്യം ചില കൊച്ചു മദ്യപാനങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിലും പഠിക്കാൻ പോകുന്ന പയ്യന്മാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു മോശമായൊരു സമീപനം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം ഞങ്ങളൊരു ജാഗ്രത സമിതിയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും ഞങ്ങൾ ശ്രദ്ധയിൽ ഏതെങ്കിലും മോശം അസ്വാഭാവികം ഏതെങ്കിലും കണ്ടാൽ ഞങ്ങൾ അപ്പോഴും വിലക്കുകയോ അവരെ സമീപിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുന്ന അങ്ങനെ ഒരു കൂട്ടരാണ് നമ്മൾ ഈ പ്രദേശത്തുള്ളവർ. ഞങ്ങളെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, വ്യത്യസ്ത മതക്കാരുണ്ട്, എല്ലാവരും ഞങ്ങൾ അന്നേരം അമ്മയുടെ മക്കളെ പോലെ ഒരുമയോട് കഴിയുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് നിങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം പേടിയും. ഞങ്ങളെല്ലാം ഒറ്റ മനസ്സോടുകൂടി ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ സംഘടിച്ചതും അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയിൽ ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം ഐകകണ്ഠേന പാസ്സാക്കുമ്പോൾ 24 മണിക്കൂർ തികഞ്ഞില്ല. ഈ തലസ്ഥാന ജില്ലയിൽ തന്നെ അതും മൂക്കിന്റെ തുമ്പത്താണ് ഇതിന്റെ നടന്നത്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത് നടക്കുമ്പോൾ ആ പോലീസുകാർ മതിയായ ഒരു സംരക്ഷണവും സമാധാനവും ഇവിടുത്തെ ആൾക്കാർക്ക് രക്ഷകർത്താക്കൾക്ക് നൽകേണ്ടതിന് പകരം അവർ ധിക്കാരപരമായ സമീപനം. ഞങ്ങൾ ചെന്ന് അന്വേഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന അവനെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങളെ കാണിക്കാൻ പോലും വിസമ്മതിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം ഇപ്പം നിങ്ങൾക്ക് തന്നെ ബോധ്യമായിക്കണം. ഈ 5 മണിയായപ്പോഴാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ പോയ ആഷിഖ് വീടെത്തുന്നത് ഇപ്പോൾ ഈ 5 മണിക്കാണ്. നിങ്ങൾ ഈ വീട്ടിൽ സന്ദർശനം നടത്തുമ്പോഴാണ് ആഷിഖും ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇത്രയും സമയം അവനെ നിയമപരമായി അവിടെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ആഷിഖിനെ പിടിച്ചു, ഇനി ഞങ്ങൾ വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി തരാം. അങ്ങനെയാണോ പറയേണ്ടത്? തട്ടിക്കൊണ്ടുപോയ ഒരു കുഞ്ഞിനെ ഇരുട്ടുന്നതിന് മുമ്പ് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളാണോ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാൻ? ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അവനെ മെഡിക്കൽ എടുക്കുകയും അവന് ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുകയും അതിനുശേഷം കുഞ്ഞ് 15 വയസ്സിന് താഴെയുള്ളതായതുകൊണ്ട് മജിസ്ട്രേറ്റിനെ കൊണ്ട് ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തതിന് ശേഷമാണ് കൊണ്ടുവരികയാണ്. അങ്ങനെയല്ലേ സാറെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞങ്ങളോട് ധിക്കാരപരമായ സമീപനമാണ് ഈ SHO മംഗലപുരം സ്റ്റേഷനിലെ SHOയും അദ്ദേഹത്തിന് ചിങ്കിടി പാടുന്ന കുറേ പോലീസുകാരും. ഇവിടെ ഇപ്പോൾ ആകെ ഞങ്ങൾക്കൊരു സമാധാനം സത്യസന്ധമായി പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിന് മാന്യമായ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ അവർ വളരെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഈ സംഭവം യഥാസമയം മാധ്യമങ്ങളിലൂടെ ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെയധികം സംസാരമായപ്പോൾ പെട്ടെന്നൊരു ആത്മാർത്ഥമായ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായതും ആഷിഖിനെ കണ്ടെത്താൻ സഹായിച്ചതും ഈ മാധ്യമങ്ങൾ തന്നെയാണ്. അതിന് ഞങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ കടപ്പെട്ടിരിക്കുന്നു.